കൂട്ടുകാരെ ഇന്നൊരു സ്മോൾ ബർഗർ ചെയ്താലോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് വറുത്തെടുക്കാം. കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ബണ്ണ് കിട്ടും. അതൊന്ന് കത്തി കൊണ്ട് നമ്മൾ ഇതുപോലെ മുറിച്ച് വെക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് പെട്ടി കൊടുക്കാം. മയണൈസ് ഇതുപോലെ തന്നെ പെട്ടി കൊടുത്ത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കണത് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ടൊമാറ്റോ, നമ്മുടെ സവാളയോ എന്ത് വെജിറ്റബിൾസ് ആണോ അവൈലബിലിറ്റി അതുണ്ടെങ്കിലും പിന്നെ കുക്കുമ്പർ വേണമെങ്കിൽ കുക്കുമ്പർ വെക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിലത്തെ ഭാഗത്തിൽ കുറച്ച് സോസ്, നമ്മുടെ ടൊമാറ്റോ സോസും കൂടി പുരട്ടി കൊടുത്തിട്ട് അതും കൂടി വെച്ച് കൊടുത്ത് നമുക്ക് ബർഗർ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ ബണ്ണായിട്ടോ, അതുകൊണ്ട് ഒരു കട്ട്ലേറ്റ് വെച്ചപ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് നിറഞ്ഞു. അപ്പോൾ വലിയ ബണ്ണാണ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുക്കുംബറോ ക്യാരറ്റോ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ ക്യാബേജോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ഇടയ്ക്ക് കുഴിച്ചിട്ട് അതിൻ്റെ മേളിൽ കട്ട്ലേറ്റ് വെച്ച് പിന്നെ അതിൻ്റെ മേളിൽ കുക്കുംബറോ തക്കാളിയൊക്കെ വെച്ചിട്ട് ലെയറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒരു ടൂപ്പിക്ക് ഉണ്ടെങ്കിൽ മേളിൽ കൂടി കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്.